ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ക്ലീനിങ്ങും കുക്കിങ്ങൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടൊക്കെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ രാവിലെ നമ്മൾ ചായപ്പണിയും ചായ കുടിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ചെറുതായി നീറ്റാക്കിയിട്ടതിന് ശേഷം ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാന്നുള്ളതിൽ അത്ത് കയറി കേട്ടോ. അപ്പോൾ മോനസിന് അന്ന് രാവിലെ ആയിരുന്നു എക്സാം. അവന് എക്സാമിന് പോയിട്ടുണ്ട്. പിന്നെ മോണ്ടൻക്ക് 1 മണിക്കാട്ടോ എക്സാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിതാ പിന്നെ നല്ല പൊടിയുണ്ട് കേട്ടോ. അത് നമ്മൾ തണുപ്പാണെങ്കിലും നല്ല പൊടിയാണ്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീപ്പോയും ടാബിളൊക്കെ ബ്ലാക്ക് ആണല്ലോ, അപ്പോൾ നല്ല പൊടി ഇങ്ങോട്ട് എടുത്ത് കാണിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചും കൊണ്ടിരിക്കണം. ആദ്യം ഞാൻ നമ്മളെ ക്ലോത്തിൽ ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് നല്ലൊന്ന് തുടക്കട്ടെ. ഡെറ്റോളും അതേപോലെ തന്നെ വിനാഗിരിയും കൂടെ മിക്സ് ചെയ്ത ഒരു സൊല്യൂഷൻ ഉണ്ട്, അതായിട്ട് ഞാനൊന്ന് നല്ല തുടക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ടേബിളിൽ പ്രാണിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ പ്ലാന്റ്സ് വെക്കണോണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ പ്രാണികളും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം അതിൽ നമ്മൾ പിന്നെ ചകിരിച്ചോറും ഇതൊക്കെ ചേർക്കണോണ്ട് തന്നെ പ്രാണികളൊക്കെ വരും. അപ്പോൾ അതിന് നമ്മൾ ഡെറ്റോളൊക്കെ ഒഴിച്ച് ടേബിളും ടീപ്പോയൊക്കെ ഒന്ന് തുടക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഞാൻ സെറ്റും ഇതൊക്കെ ക്ലീനായി തുടച്ചതിന് ശേഷം ടേബിളും കൂടെ ഒന്ന് നല്ല തുടച്ചെടുക്കട്ടെ. ടേബിൾ തുടക്കണ കൂടുതൽ തന്നെ അതിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അന്ന് അടിച്ച് വാരി പിന്നെ തുടക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചോറ് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതവിടെ വേവുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നുള്ളതിലാണ്. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇതാ രാവിലെ തന്നെ പിന്നെ ക്ലീനിങ് ഞാൻ അധിക ദിവസം ഞാൻ രാത്രി തന്നെ പിന്നെ നമ്മൾ ഒതുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൂട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ അത്ര തന്നെ ഒരു ഇതായി തോന്നില്ല. വീട് എപ്പോഴും ക്ലീനായി നീറ്റായിരിക്കും. രാത്രി തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ പൊടി തട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചു വാരുക തുടക്കണം ആ ടൈമിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ദിവസമൊന്നും ഞാൻ അടിച്ചു വാരൂല കേട്ടോ. നമ്മൾ കച്ചറം പിന്നെ മണ്ണ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ വേഗം തുടച്ചെടുക്കുക ചെയ്യാം. അപ്പം ഞാൻ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചു വാരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ദിവസം തുടക്കുക ചെയ്യാം. അടിച്ചു വാരുമ്പോൾ നമ്മൾ ജനലും വാതിലും അങ്ങനെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് അടിച്ചു വാരും. അപ്പം പിന്നെ മണ്ണും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വേഗം തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും. ഇന്നിപ്പോൾ ഞാൻ അടിച്ചു വാരിയിട്ട് പിന്നെ തുടക്കുക എന്നുള്ളതിലാട്ടോ. അപ്പം മണ്ണുണ്ട് കേട്ടോ, അത്രക്ക് നല്ല മണ്ണുണ്ട്. അപ്പം നമ്മൾ സിറ്റ് ഔട്ട് ഞാൻ എന്നും അടിച്ചു വരും കേട്ടോ. അടിച്ചു വാരിയതിന് ശേഷം തന്നെയാണ് തുടക്കുക. രാവിലെ തന്നെ ഞാൻ സിറ്റ് ഔട്ട് അടിച്ചു വാരിയിടും. പിന്നെ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവണത് അപ്പോൾ ഒന്ന് തുടക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ തന്നെ അടിക്കലും തുടക്കാനും കൂടെ അങ്ങനെ കഴിക്കും. അപ്പം നമ്മൾ ഒഴിവിനനുസരിച്ച് നമുക്ക് ഓരോ സമയത്ത് ഓരോ തോന്നലല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ അടിച്ച് വാരി കഴിഞ്ഞ ശേഷം നമ്മൾ ബേസിൻ കഴുകലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒട്ടി വിരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ റൂമും ചെയ്യുമ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അവിടെ അടിച്ച് വാരി അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അതാ ലാസ്റ്റ് നമ്മൾ കിച്ചണിൽ തുടക്കലായിട്ട് ആകെയൊക്കെ തുടച്ച് കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്കുള്ള കിച്ചണില്ലേ അതും കൂടെ തുടക്കുകയാണ്. അപ്പോൾ അതും കൂടെ തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ മുഴുവനായിട്ട് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കിച്ചണ് തുടക്കുന്ന സമയത്ത് ഞാൻ ചോറ് ഊറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ ആ ടൈമിൽ തന്നെ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീനൊക്കെ ഞാൻ തൊലിയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളു ഉലുവ, പിന്നെ കുറച്ച് പെരിഞ്ചീരകമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് പച്ചമാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചക്കിലേക്കുള്ള കറി മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടാണ് കറി വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ മുഴുവൻ എടുക്കാതെ ഞാൻ ഇത്രത്തോളം മാങ്ങ എടുത്തിട്ടാണ് കറി വെക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. 2 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് നല്ല കുഴച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീനൊന്ന് വെന്ത് വന്നിട്ട് വേണം അതിലേക്ക് ഞാൻ തേങ്ങ കലക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചെമ്മീനും കൂടെ ഇട്ടിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കലക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് കലക്കി വെക്കുമ്പോൾ നമ്മൾ മാങ്ങ വെന്ത ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ കലക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇത്തിരി തേങ്ങ ഒഴിക്കണുള്ളൂ കേട്ടോ. തേങ്ങ പിന്നെ ഞാൻ തലേന്ന് അരച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെമ്മീന് മുളക് ഇടാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആ തേങ്ങ ഉണ്ടായപ്പോൾ ഞാൻ തേങ്ങ ഒഴിച്ച കറി തന്നെ ഉണ്ടാക്കാമെന്നുള്ളതിൽ അങ്ങനെ. ഇനിയിപ്പോൾ അത് ബാക്കിയുള്ള ചെമ്മീന് ഫ്രൈ ആക്കാൻ വെച്ചിട്ട് അത് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ ഒന്ന് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് കേബേജ് ആട്ടാക്കുക. അപ്പോൾ കേബേജ് കരിയണാണ്. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പണി കഴിയുമല്ലോ. അപ്പോൾ ഒന്ന് നമ്മൾ റെഡിയാക്കി സ്റ്റൗവിൽ വെച്ച് പിന്നെ അടുത്തത് കട്ട് വെക്കാനൊക്കെ നിന്നാൽ വേഗം പണി കഴിയും. അങ്ങനെ അപ്പോൾ ഞാൻ കേബേജും അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പിന്നെ കടുകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കാനുള്ള പിന്നെ പാനും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഒരു 10-20 അരമണിക്കൂർ കൊണ്ട് നമ്മൾ കുക്കിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയിതാ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെമ്മീനൊന്ന് ഇട്ടൊന്ന് പരത്തി വെച്ചിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീനൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ മൂടി വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ ചെമ്മീൻ്റെ കളറൊക്കെ മാറി വരില്ല. അപ്പോൾ നമ്മൾ തുറന്നിട്ട് ഇതിലേക്ക് ഞാൻ പിന്നെ ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സവാള കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചെമ്മീൻ ഫ്രൈ ആക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ അധികം ഫ്രൈ ആക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. മക്കൾക്കായാലും ഞുരികൾക്കൊക്കെ ആയാലും ഇങ്ങനെ ഇഷ്ടം കേട്ടോ. ചെമ്മീൻ മാത്രമായിട്ട് ഫ്രൈ ഒരു ഡ്രൈ ആയിക്കൊണ്ടുള്ള ചെമ്മീൻ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് നല്ല വെന്ത് പിന്നെ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഉള്ളിയും തക്കാളിയും ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം ചെമ്മീൻ ഫ്രൈ ആക്കൽ അങ്ങനെ. ഇനിയിപ്പോൾ നമ്മളെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ 3-4 പാത്രങ്ങളൊക്കെ കഴുകാണ്ടതിന് ആ പാത്രം കഴുകലും പിന്നെ തുടക്കലും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നമ്മൾ അടുപ്പിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ. പിന്നെ നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്തട്ടോ. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു സ്മൈലാണെങ്കിൽ എന്തായാലും വേണ്ടല്ലോ ഒരു കമൻറ്റ് എന്തെങ്കിലുമൊക്കെ എഴുതുക. അപ്പോൾ നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോ ഇടാനുള്ള ഒരു ടെൻഡൻസി വരട്ടെ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതാൻ മറക്ക് ചെയ്തിടാം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.